ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ അതില്ലാതെ എങ്ങനെയാടാ സാധിക്കുന്നത്? തലക്ക് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയൊന്നുമല്ല. വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന, എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൊണ്ട് വിവരിച്ച് വീഡിയോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കുടുംബ പ്രശ്നങ്ങളിലും കയറി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം ലോകവും കാര്യങ്ങളൊക്കെ അറിയാം. ചെറിയ കൊച്ചൊന്നുമില്ലല്ലോ. ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പിള്ളേരൊക്കെയാണ് അങ്ങനെ വിചാരിക്കായിരുന്നു. ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചു മണ്ണോട് ചേർന്നൊന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തി ക്ഷമ നൽകാനാണെങ്കിലും തൃപ്തിപ്പെടുത്താനാണെങ്കിലും അദ്ദേഹം ഇല്ല, എന്ന് പ്രതികരിക്കാനാണെങ്കിലും അദ്ദേഹം ഇല്ല. ആ ഒരു സാമാന്യ ബോധം മനുഷ്യനുണ്ടാവുന്ന ആ ഒരു സാമാന്യ ബോധം ഇല്ലാണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ വന്നിട്ട് ഞാൻ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ കരഞ്ഞ് മെഴുകിയാലും അവിടെ ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തതിനുള്ള തെറ്റ് നിങ്ങൾ അനുഭവിക്കണം. കാരണം ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി ഞാനും ഉൾപ്പെടെയുള്ളവരെല്ലാവരും കളിയാക്കുന്നതാണ്. അല്ലെങ്കിൽ കോമാളി രൂപത്തിൽ നമ്മളെല്ലാവരും ജോക്കർ എന്നുള്ള രീതിക്ക് നമ്മളെ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഉപദേശം ചിരിച്ചിട്ടുണ്ടാവും, ചിരിക്കാത്തൊരു വ്യക്തി ഉണ്ടാവില്ല. ആ ഒരു വ്യക്തിയുടെ വീഡിയോ വിമർശനങ്ങളിലൂടെ ആണെങ്കിലും അദ്ദേഹം ജോക്കറായിട്ട് തന്നെ. ഞാൻ വിമർശനങ്ങളിലൂടെ ചിലപ്പോൾ മറ്റുള്ളവർ മുന്നിൽ അറിയപ്പെടുന്നു. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ വിമർശനങ്ങളിലൂടെ അറിയപ്പെടുന്ന പോലെ എല്ലാവരും അറിയപ്പെടുന്ന ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപത്തിലാണ്. എന്നാൽ ഒരു മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജഡത്തിന് അല്ലെങ്കിൽ ആ ഒരു മയ്യത്തിന് അല്ലെങ്കിൽ ആ ബോഡിക്ക് ഏകദേശം നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്നുള്ളൊരു ലേശം ബോധമുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യില്ല. അതിൻ്റെ പിന്നാലെ അദ്ദേഹം വന്നിട്ട് സ്വാഭാവികമായിട്ടും മാപ്പും കോപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അറിയാം. ഞാൻ ഏതൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിലും ഏതൊരു കോൺട്രവേഴ്സിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇനി ഒരു മരണവാർത്തയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാനൊരു ഇൻട്രോഡക്ഷൻ നൽകാറുണ്ട്. അത് എത്ര പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ശരി, ഞാൻ ഈ ഇൻട്രോഡക്ഷൻ നൽകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സംഭവം എന്താണെന്ന് വിവരിക്കും. അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം കൂടി പറയും. എന്നൊരു വിഷയം അവസാനിപ്പിക്കാനാണ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷങ്ങളോളം ഏതൊരു ടോപ്പിക് എടുക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇന്ന് ഞാൻ ജുനൈദ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു ജുനൈദിന് ഇന്നലെ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആയിരത്തിലൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന സംഭവിക്കാറുണ്ട്. മുമ്പ് നമ്മുടെ പേളിമാണിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോൾ ആദ്യത്തെ കുഞ്ഞിനോട് തീരെ സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പുള്ളിക്കാരി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ചെയ്തപ്പോൾ എനിക്ക് വേണ്ടെന്ന് തോന്നി ഞാൻ പിൻവലിച്ചു. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരി സുധിച്ചേട്ടന്റെ വേർപ്പ് പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി വേണ്ടായിരുന്നു, ഈ വീഡിയോ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ എന്താക്കി ഞാൻ ആ വീഡിയോ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പിൻവലിച്ചപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ പണ്ടെപ്പോഴും നടന്നൊരു കാര്യത്തിൽ ഇപ്പോഴും എന്നോട് മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കുന്ന ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വീഡിയോ പിൻവലിക്കുമ്പോൾ അവരുടെ ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരും. കൈസ് വീഡിയോ മുക്കി ലക്ഷ്മി നക്ഷത്ര കൈസിനെ ഭീഷണിപ്പെടുത്തി, കൈസ് പേടിച്ച് തൂറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളന്ന് മൈൻഡ് ചെയ്യാൻ പോകാറില്ലായിരുന്നു. ആ മൈൻഡ് ആണെങ്കിൽ അതിന്റെ സമയം കാണത്തുള്ളൂ. എന്തായാലും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഞാൻ ജുനൈദിന്റെ വീഡിയോയുടെ ഇൻട്രോഡക്ഷന്റെ ആ ഒരു സ്പെസിഫിക് ഭാഗം ഡിലീറ്റ് ആക്കിയിട്ട് വേറൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലായ്പ്പോഴും എന്നോട് ഹേറ്റുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്താക്കി ഇതേ പരിപാടി ഞാൻ ആവർത്തിച്ചു. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? പലരും ചെയ്ത വീഡിയോ നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആയി. ആയിക്കോട്ടെ, എനിക്കത് വിഷയമുള്ള കാര്യമില്ല. നമ്മൾ പലരും വിമർശിക്കാറുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, വിമർശിച്ചോട്ടെ. പക്ഷേ ഇവരിവിടെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ ഒരു സ്പെസിഫിക് ഭാഗം മാത്രം അവരെടുത്ത് ബാക്കിയുള്ള ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ആ ഭാഗം മാത്രം പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ഇവരങ്ങൊരു ഡയലോഗ് അടിച്ച് ഗൈസ് ഇത് ജുനൈദിനെ കളിയാക്കാണ്, മരിച്ചവനെ കളിയാക്കാൻ നാണമില്ല ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു കണ്ടന്റ് അങ്ങ് ചെയ്തു. ഇനി ഇവർ എന്റെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയി അവരുടെ വീഡിയോയിൽ വെച്ച ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗം മാത്രം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്നോട് എന്ത് വികാരമായിരിക്കും തോന്നാൻ നിങ്ങൾ എന്നൊന്ന് പറയണേ. ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും നേരം എന്നോട് ചേരണമെൻ ജീവൻ. ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല സത്യമാണ്. പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ഇതേപോലെ വീഡിയോ ചെയ്യുന്ന വലിയ ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആൾക്കാർ അറിയപ്പെടുന്നവനൊന്നുമല്ല. എന്നാലും നമുക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം നാളെ ഇതുപോലെ തന്നെ ഇത് കണ്ടുപഠിക്കുന്നവരും ഇതേപോലെ തന്നെ ആ ഒരു മയ്യത്തിനെ പോലും അല്ലെങ്കിൽ ഒരു ബോഡിയെ പോലും റെസ്പെക്റ്റ് ചെയ്യാണ്ട് മുന്നോട്ട് വന്ന് അവർക്ക് അറിയപ്പെടാൻ വേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഇപ്പോഴും വ്ളോഗർമാരല്ലെങ്കിൽ ആ ഒരു വീഡിയോ കട്ട് ചെയ്തെടുത്തവരെയാണ് കുറ്റം പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ക്ഷമയല്ല പറയുന്നത്. എടുത്തിട്ട് ഇതുപോലെ പ്രചരിപ്പിച്ച് വീഡിയോസ് ചെയ്തവർ എന്നാ പറയുന്നത്. ഞാൻ വീഡിയോ കാണിച്ച പോലെ. കാരണം അദ്ദേഹം ചെയ്ത വീഡിയോയിൽ ഈ ഒരു മരണശേഷം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം ആഡ് ചെയ്ത ഒരു ഭാഗമാണ് ജുനൈദ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഫോട്ടോ വെച്ചാൽ പോലും ഇദ്ദേഹം മരിച്ചതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതേപോലെ ഫോട്ടോസ് കിട്ടും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതുപോലെ എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നിട്ടുണ്ട്. അത് വിശദീകരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു
എന്താ പറയുക, മരണത്തിൽ സങ്കടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇടപാട് തീർക്കുക, അങ്ങനെയൊക്കെയാണ് ഫീലിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഇതിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ ആ ഒരു ഫീലിങ്സും വേണ്ട, അദ്ദേഹത്തിൻ്റെ കുറ്റവും വേണ്ട, കുറവും വേണ്ട, നല്ലതും വേണ്ട, ചീത്തയും വേണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പാടെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിക്ക് അടുത്ത ഏതെങ്കിലും കണ്ടൻറ്റുകൾ എടുത്ത് വീഡിയോസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. ഇപ്പോൾ വന്നിട്ട് ഞാൻ അത് ചെയ്തത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എന്നെ കണ്ടവരെല്ലാവരും മാറിപ്പോയി, ഉദ്ദേശിച്ചത് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊണയടിച്ച് വീണ്ടും ഒരു വീഡിയോ ഇത് അതിലും അതിൻ്റെ അടിയിൽ ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നൊരു വലിയൊരു കിങ്ങായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് വീഡിയോസാണ് മുഖ്യം, അല്ലെങ്കിൽ കണ്ടൻറ്റാണ് മുഖ്യം. സത്യം, സോഷ്യൽ മീഡിയ ഭരിക്കുന്ന എല്ലാവർക്കും കണ്ടൻറ്റും വീഡിയോസും തന്നെ, എനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ. പക്ഷേ നമ്മൾ ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മനുഷ്യനോട് ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചില്ലെങ്കിലും മരിക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ ബോഡിയോടെങ്കിലും ആ ഒരു മനുഷ്യത്വം കാണിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ അതില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഇപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ളൊരു കാര്യവുമാണ്. എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, വളരെ പോകിരിതരമായി പോയിട്ടോ, പക്കാ പോകിരിതരമായി പോയി. ഒരാളും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല ആ ഒരു വീഡിയോസിനും. ഇപ്പോൾ ചെയ്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ക്ഷമ പറഞ്ഞെന്നുള്ള, അദ്ദേഹം ക്ഷമ പറയാൻ കാണിച്ച ഒരു കാര്യം, എന്നാൽ അത് കേൾക്കാൻ ആ ഒരു മനുഷ്യനില്ല ഡേവേ, ഇന്ന് ആ മനുഷ്യനില്ല, അത് കേൾക്കാൻ ആ മനുഷ്യൻ, ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ജീവനോടില്ല കേൾക്കാൻ. അദ്ദേഹം കേൾക്കേണ്ട സമയത്ത് കേട്ടത് മൊത്തം വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആണെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുത്തു, അംഗീകരിച്ചു, മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും അതിനു വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് സന്തോഷിപ്പിക്കാൻ. പക്ഷെ ഇന്ന് ഇന്ന് അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ അദ്ദേഹം അത് കേൾക്കാനില്ല. എന്താ പറയണ്ട, ഒന്നും പറയാൻ കിട്ടുന്നില്ലാത്ത അവസ്ഥ. സത്യം പറഞ്ഞ ഒരു മരണത്തെ പോലും ഇത്രയും ആസ്വദിച്ച് കണ്ട് കളിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ മനുഷ്യന് എത്രത്തോളം മാറിയെന്നറിയാമോ.